ഇതാരൊക്കെയാ വരണേ? അറിയോ ജാനകിയമ്മേ? ഇതെന്തൊരു ചോദ്യാ. നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നാലും ഞങ്ങളാരും നിങ്ങളെ മറന്നിട്ടില്ല. മോളങ്ങ് വലിയ പെണ്ണായി. മോടെ പേരെന്താ? ശ്രീകുട്ടി. മിടുക്കി. സോമന്റെ ഭാര്യയല്ലേ? കല്യാണത്തിന്റെ കുറി കിട്ടിയിരുന്നു. തിരുവനന്തപുരം വരെ ആര് വരാനാ? പിന്നെ അമ്മ മരിച്ചടയായിരുന്നു. അല്ല, താൻ ഈ വഴിയൊക്കെ അറിയോ? ഏയ്, നാട്ടുകാരോടൊക്കെ ചോദിച്ച് കഷ്ടപ്പെട്ടല്ലേ ഇവിടെ എത്തിയത്. ഞാൻ വന്നു എന്നറിഞ്ഞിട്ട് താനൊന്ന് തിരിഞ്ഞു നോക്കിയോ? വരണം വരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഉവ്വ്, തന്നെ എനിക്ക് അറിഞ്ഞൂടെ? പഴയ പ്രമാണിത്തം കളയോ താൻ? വന്ന കാലം നിക്കണ്ട, അകത്തേക്ക് കയറ്. വാ മോളെ. സോമൻ മിലിറ്ററിയിലാണ്. ഒരു വർഷത്തിന് മുമ്പ് വന്നു. ലീവൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും വിപ്ലവങ്ങളും ഭീകരാവസ്ഥയല്ലേ. ഇപ്പോ അവൻ ശ്രീലങ്കയിലാണ്. ഭാര്യയും കുട്ടിയും എൻ്റെ കൂടെ. അവൻ മടങ്ങി വന്ന് മാലിനിയുടെ വിവാഹം കൂടി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ. പിന്നെ ചില്ലറ നാട്ടുകാര്യങ്ങളൊക്കെ ആയിട്ടും കൂടണം. മരണം വരെ എനിക്ക് സ്വസ്ഥതയില്ലടോ. 5-8 കൊല്ലം കൊണ്ട് അത്രമാത്രം അനുഭവിച്ചു. ശേഖരൻകുട്ടി പോയതോടെ ഞാൻ തളർന്നു. പെട്ടെന്നായിരുന്നു അല്ലേ? ഗുരുവായൂർ കുളിച്ചു തൊഴുതു വരാന്ന് പറഞ്ഞു പോയതാ. പിന്നെ ശവാ കൊണ്ടെന്നെ വണ്ടി മുട്ടിയതാ. സമയദോഷം. അമ്മ പഞ്ചമത്തിലാ മരിച്ചത്. 5 എണ്ണത്തിലൊന്ന് എൻ്റെ ശേഖരൻകുട്ടി ആയിപ്പോയി. ഇനിയിപ്പോൾ ആണായിട്ടും പെണ്ണായിട്ടും ഉണ്ണി മാത്രമുണ്ട്. മോൻ അറിയില്ലേ, ഈ ചെറുത്ത് രാമേന്ദ്രൻ നായരാ. ചെറുപ്പത്തിൽ ചതിക്കുഴി കുത്തി എന്നെ വീഴ്ത്തിയത് ഓർമ്മയുണ്ടോ? ഇവിടെ അമ്പലത്തിനപ്പുറത്ത് ഇടവഴിയില്ലേ, അവിടെ കൂട്ടിന് എൻ്റെ മാലിനി. രണ്ടുപേരും കൂടി ഒരു കുഴി കുഴിച്ച് മുകളിൽ കമ്പും ഇലയും മണ്ണും ഒക്കെ വെച്ച് മൂടിയിട്ടിരുന്നു. കണക്ക് പഠിപ്പിച്ചിരുന്ന രാമൻകുട്ടി മാസ്റ്റർ വീഴ്ത്താനെന്നായിരുന്നു മാലിനി എന്നോട് പറഞ്ഞത്. പക്ഷെ വീണത് ഞാനായിരുന്നു. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഡ്രസ്സ് മാറട്ടെ. എവിടെ വർക്ക് ചെയ്യുന്നു? ബാങ്കിലാ, ധനലക്ഷ്മി ബാങ്കില്. ഇവനാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഇവന്റെ ഭാര്യ മരിച്ചിട്ട് 1 കൊല്ലം കഴിയണേ ഉള്ളൂ. അവൻ ഇഷ്ടപ്പെട്ട് കഴിച്ചതാ. അവനും കൂട്ടുകാരും അവളുടെ വീട്ടുകാരും കൂടെ അതങ്ങ് നടത്തി. എന്നെ എതിർത്താ ചെയ്തെങ്കിലും പഴയ കാലത്തെ പോലെ ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാ എനിക്കും തറവാടിനാ മോശം. അതുകൊണ്ട് ഞാൻ തന്നെ എന്ന് കൂട്ടിക്കൊണ്ടു വന്നു. അവന് ഞങ്ങളെ കാണാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക്. എങ്ങനെയാ മരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, സമയദോഷം തന്നെ. അവൾ നല്ല കുട്ടിയായിരുന്നു. പക്ഷെ ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അഷ്ടമത്തിൽ ചൊവ്വ. പിന്നീട് നോക്കിയപ്പോൾ അറിഞ്ഞേ ഭർത്താവ് മരിക്കുന്ന വിധി. ഉണ്ണിക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ. ചെയ്യാവുന്ന പ്രതിവിധികളെല്ലാം ചെയ്തു. പഞ്ചമദോഷം കൊണ്ടാണോ എന്തോ ആ കുട്ടിക്ക് ആയുസ് ഉണ്ടായില്ല. അതും അപകടമരണമായിരുന്നു. എങ്ങനെ? കാവിലൊരു കിണറുണ്ട്, അതിൽ വീണു. എങ്ങനെയാ സംഭവിച്ചതെന്ന് ഈശ്വരന് മാത്രം അറിയാം. അതിനുശേഷം ഉണ്ണി ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. വീട് വിട്ട ആപ്പീസ് വിട്ട എവിടെയെങ്കിലും ഒറ്റയ്ക്ക് എന്നിരിക്കും. ചോദിച്ചാൽ എന്തെങ്കിലും പറയും. എന്ത് കളിയും ചിരിയായിട്ട് കഴിഞ്ഞിരുന്ന വീടാ. ഏയ്, ഇതെന്ത് കോപ്രായി കാണിക്കണേ? ശ്രീകുട്ടി. അതിൽ തൊടണ്ട. നൂയിസൻസ്. ഒരു മുനികുമാരൻ. മുനികുമാരൻ എന്ന് പറഞ്ഞ ആരാ?
മുനികുമാരൻ എന്ന് വെച്ചാ മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ചെക്കൻ. വാ. ആ വീടിന്റെ ഉള്ളിൽ ഭയങ്കര വീർപ്പുമുട്ടല. 3 ആള് മാത്രം എങ്ങനെയാ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടണത്? 100 ആളുകൾ താമസിച്ചിരുന്ന തറവാട. എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി? ഒരു കൊട്ടാരം തന്നെയായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ആ മുറ്റത്ത് കയറാൻ പേടിയാ. പിന്നെ ഭൂനിയമം വന്നു. സ്വത്തിൽ 3/4 ഭാഗവും പോയി. അവകാശികളൊക്കെ പിരിഞ്ഞു. അവകാശം കിട്ടാത്തവരുണ്ട് ആ കൂട്ടത്തില്. അവരൊക്കെ അത് ഉപേക്ഷിച്ച മട്ട. എന്തോ ഒരു ഐശ്വര്യമില്ലായ്മ ഉണ്ടവിടെ. എപ്പോഴും പല്ലി ചിലക്കലും ദുശകനങ്ങളുമാണെന്നാ ആ അമ്മ പറഞ്ഞത്. അതൊക്കെ തോന്നല. അടിക്കാതെയും തുടയ്ക്കാതെയും കിടക്കണതുകൊണ്ടാ അല്ലേ അച്ഛാ? തകർച്ച ഉണ്ടാകുന്നിടത്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടുന്നത്. അപ്പൂട്ടൻ നായർക്ക് അല്പം ദുരഭിമാനമുണ്ട്. പക്ഷേ അയാൾ നല്ലവന്. അതാ തറവാട്ടുകാരൊക്കെ അതെ. നമ്മൾ ഈ നിലയ്ക്ക് എത്തിയത് അപ്പൂട്ടൻ നായരുടെ വല്യമ്മാവൻ കാരണം. ഈ വീടിരിക്കുന്നത് പുത്തമ്പരക്കാരുടെ ഭൂമിയിലാ. എൻ്റെ അച്ഛന് ഇഷ്ടദാനം കൊടുത്തതാ. അപ്പൊ നമ്മൾ അവരുടെ കുടിയന്മാരാണല്ലേ അച്ഛാ? ഒരു കണക്കിന് അതെ. പണ്ടൊക്കെ അവിടെ ചെന്നാൽ മുണ്ടും അരയെ കെട്ടി ഓച്ചാനിച്ച് നിൽക്കണം. ഓ, ആ അധികാരമായിരിക്കും മാധവനുണ്ണി എന്നോട് കാണിച്ചത്. ഞാൻ അയാളോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഈ സ്കൂട്ടർ ഒരു അത്ഭുത വസ്തു ഒന്നുമല്ല. എന്റെ ഏട്ടൻ കോളേജിൽ പോയിരുന്നത് ബൈക്കും കൊണ്ടാ. എന്റെ അച്ഛന് കാറുണ്ടെന്നൊക്കെ. അയാളൊരു പാവത്താനാ. അയാളുടെ കാര്യം പറഞ്ഞ് അപ്പൂട്ടനാര് കുറേ കരഞ്ഞു. തലമുറ നിലനിർത്താനുള്ള ആൺകുട്ടിയാ. അയാളിനി വിവാഹം കഴിക്കില്ല. പെണ്ണേട്ടാഞ്ഞിട്ടാണോ? ഞാൻ കൊടുക്കായിരുന്നല്ലോ. എത്ര വേണം? ഏത് സൈസ് വേണം? എന്റെ കൂടെ പഠിച്ചവർ എത്രയാ ചാൻസ് നോക്കി നിക്കണേന്നറിയോ? നീ ബ്രോക്കർ ആവാനൊന്നും നിക്കണ്ട. അയാൾക്ക് വേണ്ടാഞ്ഞിട്ടാ. അയാളുടെ വിഷമം മറ്റാർക്കും അറിയില്ല. ഏട്ടത്തിക്ക് അറിയോ? എന്റെ പൊന്നെ ഏട്ടത്തി, ഒരു ഭാര്യ മരിച്ചു എന്ന് വെച്ച് കൂടെ ചാകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതിന്റെ പേരിലുള്ള ലൈഫ് കളയുന്നത് ഫൂളിഷ്നെസ്സാ. ഇപ്പൊ നിനക്കത് മനസ്സിലാവില്ല. നിന്റെ കല്യാണം കഴിയുമ്പോ നിനക്കത് മനസ്സിലാവും. പിന്നെ ആദ്യം കുറച്ച് ദുഃഖം ഉണ്ടാവും. അതിന്റെ കൂടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കരഞ്ഞോണ്ടിരുന്ന അയാളും കരഞ്ഞോണ്ടിരിക്കും. ഞാനൊരു കൈ നോക്കാൻ പോവാ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാര് തിന്ന ചോറിന്റെ നന്ദി കാണിക്കണ്ടേ അല്ലേ അച്ഛാ? പ്രശ്നത്തി തെളിഞ്ഞു കണ്ടതാണ്. പോയി അറിയുക എന്നുള്ള നമ്മുടെ ഒരു തൃപ്തി, അത്രേ ഉള്ളൂ. എത്ര കാലായി നടപ്പ് തുടങ്ങിയിട്ട്? ജാതക ഫലം അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? 10:15 ബസ് ഉണ്ടായിരുന്നു. പക്ഷെ 10:30 വരെ രാഹുകാല. ഇനി 11 ചോറ്റാനിക്കര അമ്മയുണ്ട്. സമയം എത്രയായി? ആ പട്ടണ കഴിഞ്ഞു. കുഞ്ഞാമ സരസിനോട് ഗേറ്റിന് വെളി വന്നിരിക്കാൻ പറഞ്ഞിട്ടില്ലേ? അശ്രീകരം. ആ ഒരു കാര്യം എനിക്ക് അത്ര പിടിക്കണില്ല. നല്ല ശകുനമാണ് ജാനുമ്മേ. ശുഭ്രകുസുമം വിപ്രദ്വയം ഗണിക, കരിമ്പുഗജവും കയറിട്ട കാളപശുവും യാത്രാ മുമ്പേ ശുഭം എന്നാ പറഞ്ഞിരിക്കുന്നത്. വെളുത്ത പൂവ്, ഇരട്ട ബ്രാഹ്മണർ, വേശ്യാസ്ത്രീ, കരിമ്പ്, ആന. ആനയാണ്, ആനക്കാരനല്ല. കയറിട്ട കാള, പശു ഇവയൊക്കെ ശുഭശകുനങ്ങളാണെന്നർത്ഥം. 3 പേർ ഒരുമിച്ച് ഇറങ്ങണേ? ആ അത് വേണ്ട. കുഞ്ഞിരാമൻ ഇറങ്ങോളൂ. ഞങ്ങൾ 2 ആളും പിന്നാലെ ഇറങ്ങിക്കോളാം. ഓ, അല്ലെങ്കിൽ വേണ്ട, താൻ പിന്നാലെ ഇറങ്ങിയാ മതി. ഞങ്ങൾ 2 ആളും ആദ്യം ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോ കുഞ്ഞിരാമനെ ആദ്യം കാണണമെന്ന് വെച്ചാൽ അശുഭ ശകുനാവും. ഞാനോ? ആ, ആനയാ ശുഭം, ആനക്കാരനല്ല. എന്നാ കുഞ്ഞിരാമൻ പിന്നീട് ഇറങ്ങിയാൽ മതി. മതി. ഞങ്ങള് പോയി വരട്ടെ. എന്റെ ഈശ്വര. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹലോ. എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് കയറിയേ? അസത്ത്. ഇന്ന് അനുകൂലമായിട്ട് ഒന്നും നടക്കില്ല, ഉറപ്പാ. ഏയ്, ഇനി മടങ്ങണ്ട. പുറപ്പെട്ട് ഇറങ്ങിയതല്ലേ. പോണ വഴിക്ക് വിഘ്നേശ്വരൻ ഒരു നാളികര ഉടക്കിയ. വന്ന് കേറി ഒരു വരവേ. വന്നിട്ടൊരു ഉപകാരം ഉണ്ടായില്ല. കണ്ടില്ലേ അതിനു മുമ്പ് വന്ന് കയറിയത്? ആശ്രീകരം. കുട്ടി വിഷമിക്കണ്ട. ആ ആണിക്കാലിന്റെ കുരങ്ങേളിയാ ഇതൊക്കെ. മോളെ, വിഷമം തോന്നരുത്. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ചീത്ത സ്ത്രീകളെ ശകുനം കാണണമെന്നാ. അതിനൊരുത്തി പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോ ഞാനൊരു നല്ല കുട്ടിയാണെന്നാണോ? ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. സാരമില്ല എന്ന് പറഞ്ഞതാ. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം.
വേണ്ട, ഏതായാലും എന്റെ ശകുനവും ശരിയല്ല. ഇനി ഒരിക്കൽ വരാം. ഇത്രയും വന്നിട്ട് അതൊന്നും സാരമില്ല. ഞാൻ നാടൊന്ന് ചുറ്റാൻ ഇറങ്ങിയതാ. ഞാൻ പിണങ്ങിയല്ല പോണത്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യ ചമ്മല്. ആദ്യം മോൻ, ഇപ്പൊ അച്ഛൻ. നീ എന്തിനാ അവിടേക്ക് പോവാൻ പോയത്? അയാളെ പെണ്ണ് കെട്ടിച്ചിട്ട് ഇപ്പൊ നിനക്കെന്ത് കിട്ടാനാ? അത് ഞാൻ അച്ഛനോട് വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ എന്നെ ചമ്മിച്ചതിന്റെ ഒരു പൊടി വാശി എന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ തീർക്കും. ഒന്നും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുറച്ചുനാൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. ആ ഒരു സെന്റിമെന്റ്സ് എങ്കിലും അയാൾ കാണിച്ചോ? കാല് അങ്ങനെ മാറ്റി വീശറോ. അപ്പൊ എന്റെ കാര്യം തീവില്ലേ? വരണം വരണം, ഇരിക്കണം. എന്തായി ആ സമയത്ത്? മാലിനി എവിടെ? എന്തു പറ്റി? മാലിനി അവൾ അവിടെ വന്നുള്ള കുസൃതി ഒപ്പിച്ചോ? ഏയ്, കുസൃതി കാണിച്ച ഞാനാ. പറയാം, അവള് വരട്ടെ. അത് കൊള്ളാം. മോളിങ് വന്നേ. ദാ, എന്താ ഇത്? ഇത് വാങ്ങ്. 10 കൊല്ലായിട്ട് നടത്തുന്ന ഒരു വസ്തുവിന്റെ കേസുണ്ടായിരുന്നു ഹൈക്കോടതിയില്. ഇന്നായിരുന്നു വിധി. കോടതിയിലേക്ക് ഇറങ്ങിയപ്പോ ശകുനം കണ്ടത് മോളയാ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. മോളെ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അതിനെന്താ, എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. അതല്ല, എന്താ അപകൂട നേരം നിങ്ങൾ ഈ പറയുന്നത്? അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് വെച്ച് അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലേ? അത് ശരി. എന്നാലും മോടെ കണ്ണ് നിറഞ്ഞുപോയി. തനിക്കറിയാവോ തറവാടിന്റെ സ്ഥിതി? പുറമേ കാണുന്ന ഈ പട്ടും പത്രാസേ ഉള്ളൂ. മുങ്ങിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പോഴായി വിധി. അതെനിക്ക് അനുകൂല. 5 ഏക്കർ തെങ്ങും പറമ്പാ. ഇനി ഞാൻ രക്ഷപ്പെടും. രാമേന്ദ്ര, തന്റെ മോളൊരു മഹാലക്ഷ്മിയാ.